ഒരു ചിട്ടയും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒന്നും പെർഫെക്ഷനുള്ള കാര്യങ്ങളല്ല. അപ്പം ഒരു കാലം മാറുന്നതനുസരിച്ചിട്ട് മനുഷ്യനെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏത് ഫോമിലാണെന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി 90% അല്ലെങ്കിൽ 80% ആൾക്കാർക്ക് ആസ്വദിക്കാൻ പറ്റും. ബാക്കി 20% ആൾക്കാർക്ക് ഇഷ്ടമില്ലായിരിക്കാം. അത് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു. അതിന് ഞങ്ങൾ അവർക്ക് ഇഷ്ടമില്ലാത്ത ഫോം ഓഫ് മ്യൂസിക്കാണ് ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾ സമ്മതിക്കുന്നു. ദാറ്റ്സ് ഫൈൻ. പക്ഷേ ഞങ്ങൾ ബാക്കിയുള്ള 80% അല്ലെങ്കിൽ 90% ആൾക്കാർക്ക് വേണ്ടി പാടിക്കോളാം. ഇടയ്ക്ക് നിങ്ങളുടെ ഒരു പോപ്പുലാരിറ്റി ഇടയ്ക്ക് മിസ്യൂസ് ചെയ്യപ്പെട്ട പോലെ ചിലർക്കെങ്കിലും തോന്നിയൊരു എപ്പിസോഡ് ഉണ്ടായിട്ടുണ്ട്. അത് ഈ രാഹുൽ മാങ്കൂട്ടം MLA ആ കേസിൽ പെട്ട് കിടക്കുമ്പോൾ വളരെ വളരെ മോശം അവസ്ഥയിൽ നിൽക്കുമ്പോൾ പുള്ളി നിങ്ങളുടെ ഒരു പോപ്പുലാരിറ്റി ഉപയോഗിച്ച് ഒരു റീ എൻട്രിക്ക് വേണ്ടി ഒരു ശ്രമം നടത്തിയ പോലെ ഒരു തോന്നലുണ്ടായിരുന്നു. പുള്ളിക്ക് എന്തായിരുന്നു അതിൽ? സ്പോൺസർ ഒന്നുമില്ല. അദ്ദേഹം പാലക്കാടാണല്ലോ, അദ്ദേഹത്തിന് പാലക്കാടുള്ള. അപ്പോൾ അദ്ദേഹം പാലക്കാട് പ്രോഗ്രാം ഉള്ളപ്പോൾ നമുക്ക് കഴിഞ്ഞ എല്ലാ പ്രോഗ്രാമിനും അവിടെയുള്ള MLA MP ആരെങ്കിലുമൊക്കെ വരാറുണ്ട്. അപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു, പാലക്കാടുണ്ടായിരുന്നു. അപ്പം ആ പ്രോഗ്രാമിന്, നമ്മളുടെ പ്രോഗ്രാമിന് അന്ന് അദ്ദേഹം നേരെ പ്രോഗ്രാമിന് കയറി നമ്മളെ പ്രോഗ്രാം അതേ ഇഷ്ടം അല്ലല്ല, അന്ന് ഇൻവൈറ്റ് ചെയ്ത് വന്നല്ല. പക്ഷെ അദ്ദേഹം വന്നു. ആ സമയത്ത് നമ്മൾ പ്രോഗ്രാമിന് വന്നു, കണ്ടു, അറ്റൻഡ് ചെയ്തു, അദ്ദേഹം പോയി. അപ്പോൾ ആ ഒരു സമയത്താണ് അതെല്ലാം ഒരേ ടൈമിലായിരുന്നു. അദ്ദേഹം ഒരു പ്രശ്നത്തിലാണ്. ഓക്കെ, ഞങ്ങൾക്ക് തോന്നിയില്ല അകത്ത്. അതെ, പുള്ളി അല്ല, നമുക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല. വന്ന് പറയും ചെയ്തു, സ്റ്റേജ് വെച്ചു. ഞങ്ങള് എനിക്ക് മെയിൻ റീസൺ അദ്ദേഹം പുള്ളി വരാനുള്ള റീസൺ ഞങ്ങൾ പറഞ്ഞത്, ആ ഒരു ടൈമിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേനും ഹി വാസ് ഗോയിങ് ത്രൂ എ ഡിപ്രഷൻ, ഒരു മെൻ്റൽ പ്രശ്നത്തിലായിരുന്നു. ആ സമയത്ത് നമ്മളുടെ പാട്ടുകൾ ഇറ്റ് വാസ് ഗിവിങ് റിലീഫ് ഫോർ ഹിം. അപ്പോൾ അതുകൊണ്ട് ലൈവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അന്ന് നമ്മളുടെ ഭജൻ കണക്ട് പാലക്കാട് ഉണ്ടായിരുന്നപ്പോൾ തന്നെ അവിടെ വന്നത്. ലൈവ് ആദ്യമായിട്ടാണ് വരുന്നത്. അതെ. മനോഹരി രാധേ രാധേ അല്ലെങ്കിൽ ഈ ഫിലിം സോങ്സ് മിക്സ് ചെയ്ത് പാടുന്ന ഒരു ട്രെൻഡ് ഉണ്ടല്ലോ. ഞങ്ങൾ ഈ പാട്ട് മിക്സ് ചെയ്തത് മനോഹരി രാധേ 2008 ഞങ്ങൾ ചെയ്തത് തന്നെ. 2008 ഞങ്ങൾ മുംബൈ വെച്ചിട്ടാണ് ചെയ്യുന്നതൊക്കെ തന്നെ. ചില പാട്ടുകളുണ്ട്, അത് ഒരു നിഷ് ഗ്രൂപ്പിന് മാത്രം കേരളത്തിൽ അറിയാവുന്ന പാട്ടുകൾ. സ്തംഭം പിളർക്കുന്ന, അത് ഒരു നിഷ് ഓഡിയൻസിന് മാത്രം അറിയുന്ന ഒരു പാട്ടാണ്. അതിപ്പോൾ വളരെ ഫേമസ് ആയി. അപ്പോൾ ആ പാട്ട് എങ്ങനെയാണ് ചൂസ് ചെയ്തതോ? അത് ചൂസ് ചെയ്യാൻ പ്രവീണാണ് ഒരു ദിവസം, എടാ നമുക്ക് ഒരു വളരെ റാൻഡമായിട്ട് എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നിട്ട് പ്രവീൺ പറഞ്ഞു, ഈ പാട്ട് രസമായിരിക്കില്ല നമ്മൾ പാടിയാൽ എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ ഈ കോവിഡിൻ്റെ സമയത്തായിരുന്നു എനിക്ക് തോന്നുന്നു ഇങ്ങനെ. എന്നിട്ട് ഞങ്ങളങ്ങനെ ചൂസ് ചെയ്യും, പല പാട്ടുകൾ നോക്കും. അപ്പോൾ പ്രവീൺ അത് അയച്ചു തന്നപ്പോഴത്തേനും എനിക്കും ആ പാട്ട് ഇഷ്ടമായി. അപ്പം അങ്ങനെ ഞങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതിന് 1 മണിക്കൂർ മുന്നേ ആ പാട്ട് പഠിക്കുന്നത്. അപ്പോൾ പഠിച്ചു നേരെ അങ്ങ് റെക്കോർഡ് ചെയ്യുമായിരുന്നത് സ്ട്രൈറ്റ്. അപ്പോൾ അതിന് ഞങ്ങൾ നേരത്തെ കേട്ടില്ല, അങ്ങനെ ഒത്തിരി പരിചയമുള്ള പാട്ടായിരുന്നില്ല. 1 hour കൊണ്ട് ഞങ്ങളപ്പോൾ പഠിച്ചിട്ട് നമുക്ക് അപ്പം തന്നെ റെക്കോർഡ് ചെയ്തേക്കെന്ന് വിചാരിച്ചു. ഞങ്ങൾ അങ്ങനെ ലൈവായിട്ട് അപ്പം തന്നെ റെക്കോർഡ് ചെയ്തു. അതെ എഴുതിയ കൃഷ്ണ ശർമ്മ അദ്ദേഹം ഞങ്ങൾ അപ്ലോഡ് ചെയ്ത് അപ്പം അത് പെട്ടെന്ന് തന്നെ അത് വൈറലായി. അത് വൈറൽ ഇൻ ദ സെൻസ് ഭയങ്കര റീച്ചായി. വിത്തിൻ 1 hour തന്നെ എഴുതിയ അദ്ദേഹം കൃഷ്ണ ശർമ്മ അദ്ദേഹം ഞങ്ങളെ ഈ മെസ്സഞ്ചറിൽ ഫേസ്ബുക്കിൽ കണക്ട് ചെയ്ത് വിളിച്ച് സംസാരിച്ചു. അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ പോയപ്പം, അദ്ദേഹം ഇപ്പോൾ തൃശ്ശൂരാണ് താമസിക്കുന്നത്, അവിടെ വെച്ച് ഞങ്ങൾ നേരിട്ട് മീറ്റ് ചെയ്തു. അപ്പം അദ്ദേഹത്തിനും സന്തോഷം. സ്തംഭം സ്തംഭം പിളർക്കുന്ന ഹുങ്കാര ശബ്ദം, നിരന്തം നടുങ്ങുന്ന ദുന്ദുബിനാദം, ശതകോടി സൂര്യന്മാരെരിയും ത്രിനേത്രം, ചുളുകിണം തേടുന്ന ചുരിക പോർനാവ്. സ്തംഭം പിളർക്കുന്ന ഹുങ്കാര ശബ്ദം, ദിഗന്ധം നടുങ്ങുന്ന ദുന്ദുബിനാദം, ശതകോടി സൂര്യന്മാരെരിയും ത്രിനേത്രം, ചുളുനിണം തേടുന്ന ചുരിക പോർനാവ്. മരണം വിളങ്ങുന്ന വിക്രൂരദംശം, പ്രളയാഗ്നി ചുഴിതീർത്ത ജഡസടാകേസരം, പ്രകരണം പേറുന്നൊരഷ്ടഭുജങ്ങൾ, ആകാശസീമയ്ക്കനന്തമാം ദേഹം, ത്രിലോകം നടുങ്ങുന്ന നരസിംഹരൂപം, ത്രിലോകം നടുങ്ങുന്ന നരസിംഹരൂപം. കയ്യിൽ നിന്ന് പോയ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഷോയിൽ തന്നെ? അറിയില്ല, പക്ഷെ നമ്മളിങ്ങനെ ഓരോ സമയത്ത് ചെറിയ ഇതാണ് നമുക്ക് അറിയാൻ പറ്റില്ല പുറത്തുനിന്നത്. അതെ ഓഡിയൻസിന് മനസ്സിലാവണമെന്നില്ല. ഞാൻ ചെറുത് വരുമ്പോൾ ഞങ്ങൾ തന്നെ അത് മാനേജ് ചെയ്യും. ഒരു എക്സാമ്പിൾ ഓർമ്മയുണ്ടോ? എന്താ റീസെന്റ് സംഭവിച്ചൊരു? അതിപ്പോ വരികളല്ലേ റിപ്പീറ്റഡ്, ട്വൈസ് പാടേണ്ട സാധനം
ചിലപ്പോൾ ഒരാൾ ലീഡിൽ ആദ്യം എടുക്കുമ്പോൾ റെപ്പിറ്റേഷനിലെ സംശയം റെപ്പിറ്റേഷൻ വരികളിലെ തെറ്റുകൾ, ഒരാളിങ്ങനെ ജസ്റ്റ് ചിലപ്പോൾ പാടുന്ന വരികൾ മാറിപ്പോകുന്നത്. ലാലേട്ടനോട് പറഞ്ഞു തന്നെ പറയും ഏതാ മറ്റേ പാട്ട് അമ്പലമില്ലാതെ. എങ്ങനെ വന്നാലും തിരക്കിട്ടായിരിക്കും അല്ലേ? അല്ല, അതൊരു പാട്ട് നമ്മൾ അമ്പലമില്ലാതെ ഞങ്ങൾ മിക്സ് ചെയ്യുമല്ലോ ഡിഫറെൻറ്റ് സോങ്സ്. അപ്പം ഡിഫറെൻറ്റ് സോങ്സ് മിക്സ് ചെയ്യുമ്പോഴത്തേനും അമ്പലമില്ലാതെയുടെ ലാസ്റ്റ് ഏതാ സ്വരം, ഏതിൻ്റെ സ്വരമായിരുന്നു? നമ്മുടെ സംഗീതമേ ഉള്ള അതിൻ്റെ സ്വരങ്ങൾ ലാസ്റ്റ് ജസ്റ്റ് അതിൻ്റെ കൂടുതൽ മിക്സ് ചെയ്തു. എന്നിട്ട് ആ സ്വരങ്ങൾ പാടി വരുമ്പോഴത്തേനും അല്ലാതെ സ്വരം പാടാൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പം സ്വരം കേട്ടപ്പോൾ ഞാൻ അറിയാതെ സ്വരം അങ്ങ് പാടി. വയലിൽ ജയകൃഷ്ണൻ വായിക്കുകയോ ചെയ്യണേ. ജയകൃഷ്ണൻ വായിക്കുന്നു, കൂടെ ഞാൻ വെറുതെ ഇങ്ങനെ സ്വരം പാടി അവസാനം എത്തിയപ്പോൾ അറിയാതെ സംഗീതമയിലേക്ക് പെട്ടെന്ന് കടന്നു. ഇവിടെ ഇത് അമ്പലമില്ലാതെ എന്നുള്ള പാട്ട് സ്റ്റാർട്ടിങ് ചെയ്തു, അവസാനം അത് സമ്പലമായി. സമ്പലമില്ലാതെ ആൽത്തറയിൽ യൂട്യൂബിൽ അത് എഴുതിയിട്ടിട്ടുണ്ട്. സമ്പലമില്ലാതെ അങ്ങനെയൊക്കെയുള്ള കുറെ കോമഡികൾ സ്റ്റേജിലുണ്ടായിരുന്നു. നിങ്ങളുടെ സ്ട്രഗിൾസിനെ പറ്റി പലയിടത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ കുറിച്ചൊന്ന് പറയാമോ? ലൈക്ക് ലാസ്റ്റ് 25 ഇയേഴ്സിൻ്റെ ഒരു നന്ദഗോവിന്ദം ഭജൻസിൻ്റെ ആ ഒരു ജേർണി. സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും സ്ട്രഗിൾസ് ഇപ്പോഴും ഉണ്ട്. നമ്മൾ ഒരിക്കലും സ്ട്രഗിൾസ് എന്നുള്ള കാര്യം ഒരു നെവർ എൻഡിങ് ആണല്ലോ. കാര്യം നമുക്ക് മുന്നോട്ട് അച്ചീവ് ചെയ്യാനുള്ള തിങ്കിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ എവറി ഡേയ്സ് സ്ട്രഗിൾ അല്ലേ. അപ്പോൾ നമ്മളൊരു പോയിന്റിൽ ഒരു അച്ചീവ് ചെയ്ത് ഒരു സർട്ടൺ പോയിന്റിൽ എത്തുക എന്നുള്ളതായിരുന്നില്ല നമ്മുടെ ലക്ഷ്യം. ഓക്കെ, നമ്മളിപ്പോൾ ഒരു സക്സസ് ആയിട്ട് ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, പക്ഷേ നമ്മളുടെ ഡ്രീം ഇപ്പോഴും അതല്ല. അപ്പം ഇറ്റ്സ് കണ്ടിന്യൂസ് ഒരു ജേർണി തന്നെയാണ്. പക്ഷേ ഇതുവരെ എത്തിയതെന്ന് പറയുന്നത് നമുക്ക് ഇതിനോടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഇഷ്ടം, ഭജനയോടും പാട്ടിനോടും ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓഫ് മ്യൂസിക്കിനോടുള്ള ഇഷ്ടം, അതിനുപരി ഞങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ്, സുഹൃത്ത് ബന്ധം, അതൊക്കെയാണ് അതിൻ്റെ അത് ഏറ്റവും വലിയ ഒരു ഫാക്ടർ. അപ്പോൾ നമുക്കിതൊന്നൊരു സ്ട്രഗിളായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. അതാണ് മെയിൻ ഒരു കാര്യം. നമുക്ക് സ്ട്രഗിളാണെന്ന് ഫീൽ ചെയ്യുന്നത് നമുക്ക് ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഓഫീസിൽ പോയിട്ട് സ്ഥിരം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് സ്ട്രഗിളായിട്ട് ചിലപ്പോൾ ഫീൽ ചെയ്യായിരിക്കും. കാര്യം നമ്മൾ ചിലപ്പോൾ പൈസയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും നമ്മൾ ജോലി ചെയ്യുന്നത്. പക്ഷെ നമുക്കിതിപ്പോൾ നമുക്ക് ഒരു സർട്ടൺ സ്റ്റേജ് വരെ നമ്മളതൊരു മണി മാത്രം ഓറിയൻറ്റഡ് ആയിരുന്നില്ല. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നൊരു സന്തോഷം, ഹാപ്പിനെസ് എന്ന് പറയുന്നത് അത് ഇറ്റ്സ് ബിയോണ്ട് മണി ഒക്കെ ആയിരുന്നു. അപ്പം നമുക്ക് ട്രാവലാണെങ്കിലും അല്ലെങ്കിൽ ഉറക്കമില്ലായ്മയാണെങ്കിലും ബാക്ക് ടു ബാക്ക് ഓഫീസിൽ നിന്ന് പിന്നെ പോകുന്നതൊക്കെ അല്ലേ, ഇഷ്ടപ്പെടുന്ന കാര്യം ചെയ്യുന്ന കൊണ്ടിട്ട് കിട്ടുന്ന ഒരു സന്തോഷം അല്ലേ. അതെ. തുടക്കത്തിൽ എത്ര പേരുണ്ടായിരുന്നു? ഇപ്പം ഈ ഇരിക്കുന്നതിലോ? ഈ ഇരിക്കുന്നതിൽ ഞാനുണ്ടായി. ഇപ്പോൾ തുടക്കത്തിലുള്ള ആൾക്കാർ 25 വർഷമായിട്ടുള്ള ആളെ ഞാനാണ്. പക്ഷെ എന്നിട്ട് എൻ്റെ അത് പണി ഇവനാണ്. ഞാനൊക്കെ ഒരു 11, 12, 13 അല്ലല്ല വന്നത് 2013 അല്ല, ആദ്യ സമയത്ത് പണിക്കരേട്ടൻ, ഞങ്ങൾ രാജേന്ദ്ര പണിക്കർ സ്റ്റാർട്ട് ചെയ്ത പണിക്കരേട്ടൻ്റെ മകനാണിത് ഉണ്ണി. അപ്പോൾ ഉണ്ണി ആദ്യം വന്നിരുന്നു. അതിനുശേഷം അവൻ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ട് തിരിച്ചു വന്നു. ശ്രീലാൽ 18 വർഷത്തോളം മേളിലായി. ശ്രീലാൽ ഹരിയായിട്ടുണ്ട് അത്രയും തന്നെ. പിന്നെ മൂന്നാം ക്ലാസ്സിൽ വന്ന ആളായിരിക്കുന്നത്. അതെ. ഇത് തുടങ്ങാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? വലിയൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലിയിൽ നിന്ന് അത്ര വലിയ പ്രഷറൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഡോക്ടർ ആണെന്നോ എഞ്ചിനീയർ ആണെന്നോ അങ്ങനെയൊന്നും പ്രഷറൊന്നും ഇല്ലായിരുന്നു. അതൊരു വലിയൊരു ഉപകാരമായിരുന്നു. അപ്പം നമുക്ക് ഐ ചാൻസ് എന്താണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് അങ്ങനെ പുഷൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളും അമ്പലങ്ങളൊക്കെ ആയിട്ട് വളരെ കണക്റ്റഡ് ആണ്. അപ്പോൾ എൻ്റെ അമ്പലം വേമ്പിംകുളങ്ങരയായിട്ട്. അപ്പോൾ നമ്മളുടെ അവിടെ സപ്താഹങ്ങളുണ്ട്. സപ്താഹത്തിന് അവിടെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു സെലിബ്രേഷനാണ് അമ്പലത്തിൽ. അപ്പോൾ ഭജനകളൊക്കെ എല്ലാ ദിവസവും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കേട്ട് അപ്പോൾ നമുക്ക് അതിനോടുള്ളൊരു ഭയങ്കരമായിട്ടൊരു ഇഷ്ടം. അപ്പോൾ അത് ആൾക്കാർക്ക് ആ ഒരു കൈൻഡ് ഓഫ് മ്യൂസിക് ഭജന എന്നുള്ള സാധനം ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും ഹാപ്പിനെസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു അൾട്ടിമേറ്റ്ലി നമ്മൾ ആർട്ട് എന്നുള്ള എന്തിനാണ് നമുക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അതിനോട് ഇഷ്ടമായി. അപ്പോൾ ആദ്യം ഓരോരോ പാട്ടുകൾ ഞാനും പ്രവീൺ വന്നിട്ടില്ല. അപ്പോൾ ഞാനും പ്രവീണും ഒക്കെ ഞങ്ങൾ ഓരോ കാസറ്റുകളൊക്കെ എടുത്ത് ഓരോ പാട്ടുകൾ കേട്ടു. ഇപ്പം ആദ്യം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഇപ്പം സ്വാമി ഹരിദോസ്ഗിരിയുടെ പാട്ടുകളും അങ്ങനെ അല്ലെങ്കിൽ മഞ്ഞപ്പുറം മോഹൻജിയുടെ പാട്ടുകളും അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഓരോന്നും കാസറ്റുകൾ വാങ്ങിച്ച് അത് ഓരോന്നും ഓരോ പാട്ടുകൾ എഴുതിയെടുത്ത് അത് കാണാൻ പഠിച്ചു. അങ്ങനെ നമ്മൾ ഓരോ പാട്ടുകളിൽ നിന്ന് പാടാം, ഏതെങ്കിലും ചെറിയ ചെറിയ വേദികളിൽ പാടാമെന്നൊക്കെ ആയിരുന്നു ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. അതുപോലെ തന്നെ നമുക്ക് എത്ര കളക്ഷൻസ് ഉണ്ടായിരുന്നു. തീർച്ചയായും ഇപ്പൊ പാടുന്ന സിയാവതിയൊക്കെ അങ്ങനെ എടുത്ത് പാടുന്ന ടീമായിട്ട് ലൈക്ക് ഇങ്ങനെ ഒരു ഭജന എന്ന ഒരു പ്രോഗ്രാമായിട്ട് അവതരിക്കാമെന്നും ഇദ്ദേഹത്തിന്റെ അച്ഛൻ അദ്ദേഹം ഫോം ചെയ്ത ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാകാമെന്നും അതിന്റെ ആ ഒരു ഡിസിഷൻ എങ്ങനെയായിരുന്നു? നമുക്ക് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ട് നമുക്കിങ്ങനെ പോകണം അങ്ങനെയൊന്നും ഉണ്ടായതല്ല നന്ദഗോവിന്ദ് ആദ്യം. അപ്പം നമുക്ക് അത് കുറേ 25 വർഷം മുന്നേ ശ്രീ ദുർഗ ഭജൻ എന്നുള്ള ഒരു അത് പണിക്കരേട്ടൻ്റെ കാഴ്ച പോയ സമയത്ത് ആണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് വേണം
അതായത് ശരിക്കും അവിടെയുള്ള അമ്മമാരൊക്കെ ഉണ്ടാവും. അത് ഉണ്ണി പറയട്ടെ. ഉണ്ണി അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ അച്ഛൻ അവിടെ എറഞ്ഞാൽ അമ്പലത്തിൽ വർക്ക് ചെയ്യായിരുന്നു, അവിടെ മാനേജറായിട്ട്. അപ്പോൾ ആ സമയത്താണ് കാഴ്ച പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ അച്ഛന് ചെറുപ്പം തൊട്ടേ അല്ലെ ആ ഒരു സമയത്തൊക്കെ ഭജന ചെയ്യുന്നതാണ്, കർക്കിടക മാസ ഭജനയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അച്ഛൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി അങ്ങനെ തുടങ്ങിയതാണ്. അതൊന്നും വലിയ പ്ലാനിങ് ആയിട്ട് തുടങ്ങിയൊന്നുമില്ല. അന്ന് ഭജനയോട് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഞങ്ങളൊക്കെ ചെറുപ്പം തൊട്ടേ പല സ്ഥലത്തും അമ്പലങ്ങളിലാണെങ്കിലും ചെറുപ്പം തൊട്ടേ ഈ അമ്പലമായിട്ടും അല്ലെ ഭജനകളുമായിട്ടും ഒക്കെ ബന്ധമുണ്ട്. നമ്മളതൊരു എന്താ പറയുക, അതിൻ്റെ ഒരു കൾച്ചറാണ്. അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നതാണ്. അപ്പം പാർട്ട് ഓഫ് ലൈഫ് എന്നുള്ള പാർട്ട് ഓഫ് ലൈഫ്. അപ്പം അങ്ങനെ വന്നതാണ്. അപ്പം അച്ഛന് ആ ഒരു സന്തോഷത്തിന് വേണ്ടി തുടങ്ങിയാണ്. അതിപ്പോൾ കാണുന്ന ഒരു രീതിയിലേക്ക് വന്നത് നമ്മുടെ പുതിയ തലമുറ, ഇപ്പം നവീന, പ്രവീണ, ശ്രീലാൽ ഇവരുടെയൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ചിന്താഗതി വന്നപ്പോഴാണ് അതിനെ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ട് പിന്നെ ഇപ്പോൾ കാണുന്ന ഒരു രീതിയിലേക്ക് മാറിയെന്നുള്ളൂ. ഈ 25 വർഷം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ യങ് ഏജ് അല്ലേ? എത്ര വയസ്സുണ്ടാവുമെന്ന്? 8ാം ക്ലാസ് 9ാം ക്ലാസ് ആ ഒരു ടൈമിൽ. സാധാരണ നമ്മൾ ഈ ഭജന പോപ്പുലർ നോഷൻ ഭജന എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രായം ചെന്നവർ, അന്ന് ഒരുപാട് പേര് ഇതിൻ്റെ അകത്ത് വന്നു പോയവരുണ്ട് കേട്ടോ. ആ അന്നത്തെ ഇപ്പം എൻ്റെ അച്ഛൻ്റെ പ്രായം, അച്ഛൻ ആ ഒരു സമയത്തൊക്കെ. അപ്പം അന്നൊന്നും ഇതൊരു എല്ലാവരും ഒരു ഭജന എന്നുള്ള രീതിയിൽ അങ്ങ് കാണുന്നല്ലാതെ ഭജനയെ ഒരു സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങിയത് പുതിയ തലമുറ വന്നപ്പോഴാണ്. അങ്ങനെ ശരിക്കും ഹൃദയത്തിൽ അത് നന്നായിട്ട് ഉൾക്കൊള്ളുന്ന ആൾക്കാർ മാത്രമേ ഇതിൻ്റെ അകത്ത് നിൽക്കുള്ളൂ. അല്ലാത്തവരൊക്കെ പോയിക്കൊണ്ടിരിക്കും. ഈ ഭജന പാടി നടന്നോ അതെ. അല്ല അങ്ങനെ അത് ചെറുപ്പത്തിൽ ഒത്തിരി അങ്ങനെയൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ. നമ്മുടെ ഫാമിലിയിൽ നിന്നും അല്ലെങ്കിൽ ഫ്രണ്ട്സിൽ നിന്ന് ഭജന പാടി നടന്നു, ഈ നിന്റെ പഠിത്തത്തിൽ നോക്കണ്ട അങ്ങനെയൊക്കെ.